മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് ഒരു ടോയ് ട്രെയിൻ കുറേ പേരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉള്ള ഒരു നല്ല ആഗ്രഹം തന്നെ ആയിരിക്കും. ഈ ടോയ് ട്രെയിനും കുണൂരിലെത്തി അവിടുന്ന് ഒരു വ്യൂ പോയിന്റും എല്ലാമാണ് ഇന്നത്തെ പ്ലാൻ. ഊട്ടി സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ ഭാഗം കാണാത്തവർക്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, അത് കണ്ടിട്ട് ഇത് കണ്ടാൽ നന്നായിരിക്കും. ഇന്നലെ രാത്രി നമ്മൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷന്റെ റിട്ടേൺ റൂമിലാണ് കിടന്നത്. പുലർച്ചെ 5 മണി മുതൽ തന്നെ ക്യൂ നിൽക്കാൻ തുടങ്ങി. 100 സീറ്റ് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്ന രീതിയിലാണ്. ബുക്കിംഗ് ഡീറ്റെയിൽ ഞാൻ പിന്നെ പറഞ്ഞു തരാം. 6:30 എടുക്കേണ്ട വണ്ടി ഇന്ന് മഞ്ഞുണ്ടെന്നും പറഞ്ഞ് 6:50 ടിക്കറ്റ് തന്നത്. ഇതിൻ്റെ ബോഗി അസംബ്ലിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എൻജിൻ സെപ്പറേറ്റും പിന്നീട് ഒന്നൊന്നായാണ് കമ്പാർട്ട്മെൻറ്റ് അസംബിൾ ചെയ്യാം. സ്റ്റീം എഞ്ചിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതിൻ്റെ ഫുൾ അസംബ്ലി ആവാൻ തന്നെ നല്ലൊരു ടൈം പോവും. വണ്ടി വന്ന് ഒരുപാട് ടൈം എടുക്കും പോവാനും. ടിക്കറ്റ് തന്ന് ഒരു ടൈം പറയും, റെഡിയായി ആ ടൈമിൽ വന്നാൽ മതി. ഞാനിതിലെ കമ്പാർട്ട്മെൻ്റ് എല്ലാം നോക്കി റെഡി ആവാൻ നേരെ റൂമിലൊന്ന് പോയി. ഞാനപ്പോൾ പുലർച്ചെ 5 മണിക്ക് പോയിട്ട് അവിടെ ക്യൂ നിൽക്കണ്ട. 5:30 മുതൽ നമ്മൾ ടോക്കൺ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ആദ്യം ടോക്കൺ വാങ്ങണം, എന്നിട്ട് ഒരു 6-6:30 ആകുമ്പോൾ പോയിട്ട് ടിക്കറ്റ് ആക്കിയാൽ മതി. പക്ഷെ ഇന്ന് എന്താ പറ്റിയെച്ചാൽ തണുപ്പ് കാരണം അവർ വണ്ടി ഓടുമില്ല എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ നമ്മളെ നിർത്തി 6:45 വരെ നമ്മൾ നിന്ന് അപ്പോഴാണ് ടോക്കൺ തന്നെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടുന്ന് ടോക്കൺ തരും, ക്യൂ നിൽക്കണം, വന്നിട്ട് ക്യൂ നിൽക്കണം. ഇന്ന് ഓഫ് ഡേ അല്ലാത്തതുകൊണ്ട് ഇന്ന് തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഒരു 4 മണി മുതൽ ക്യൂ നിൽക്കും. അപ്പോൾ ആ 4 to 5 സമയത്ത് വന്ന് ക്യൂ നിന്ന് ക്യൂവിനനുസരിച്ച് ടോക്കൺ കൊടുക്കുള്ളൂ. അത് അൺറിസർവ്ഡ്. മൊത്തം 3 കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, അൺറിസർവ്ഡ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ അൺറിസർവ്ഡ് ഇവിടെ വന്ന് ഡയറക്റ്റ് കിട്ടും. അതും ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുള്ളൂ, 100 സീറ്റുള്ളൂ. ഇനി ദൂരത്തു നിന്ന് വരുന്നവർക്ക് അവർ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. റൂം അടിപൊളി റൂമാണ്. ഇതാണ് റൂം. 350 രൂപയുള്ള റൂമിൻ്റെ റേറ്റ്. ഒരു നൈറ്റ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ഒരു നൈറ്റോ 24 hours സ്റ്റേ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഡബിൾ കോട്ടാണ്. ഒരു 3-4 പേർക്ക് വരെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും. എല്ലാവർക്കും എത്ര പേരായാലും 350 രൂപ വരുള്ളൂ. നല്ല റൂമാണ്. ഇതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ലൊരു ഓപ്ഷൻ. ഞാൻ നൈറ്റ് ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്തതാണ്. അതും ഇവിടുന്ന് സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടിട്ട് ടിക്കറ്റ് ആക്കണം. നമ്മുടെ റൂമിൻ്റെ 350 രൂപ ടിക്കറ്റ് ആക്കണം. നല്ലൊരു ഓപ്ഷനാണ്. അതും നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ടോയ് ട്രെയിൻ ഓടുന്നത് സ്റ്റീം എഞ്ചിലാണ്. അതായത് 100% മെക്കാനിക്കൽ എനർജി വെച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ലൈൻസിൻ്റെ ആവശ്യവുമില്ല. ഇനി സ്റ്റീം എഞ്ചിൻ അറിയാത്തവർക്ക്, എഞ്ചിൻ്റെ ഒരു ഭാഗത്ത് കൽക്കരി അല്ലെങ്കിൽ ഫർണസ് ഓയിൽ ഉപയോഗിച്ച് വലിയ തീ ഉണ്ടാക്കും. ഈ തീ ഉപയോഗിച്ച് വലിയ ടാങ്കിലെ വെള്ളം തിളപ്പിച്ച് അതിൽ നിന്നും വരുന്ന നീരാവി പിസ്റ്റനിലൂടെ കടത്തിവിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതിൻ്റെ എഫിഷ്യൻസി ഒന്നും നോക്കാൻ നിൽക്കരുത്, കാരണം തുടങ്ങിയ കാലം മുതൽ ഉള്ളതാണ് ഈ എഞ്ചിനെല്ലാം. വണ്ടി എടുക്കുമ്പോൾ തന്നെ നല്ല ലേറ്റായി. ഞാൻ പറഞ്ഞ പോലെ മഞ്ഞിൻ്റെ കണ്ടീഷനും വിസിബിലിറ്റിയും ഒക്കെ നോക്കിയാണ് ടൈം തീരുമാനിക്കുക. ടൈമായി എല്ലാവരെയും അതാത് കമ്പാർട്ട്മെൻറ്റിലാക്കി വണ്ടി നീങ്ങാൻ തുടങ്ങി. സൈഡിൽ ഇട്ടിരിക്കുന്ന വേറെയും ബോഗീസ് കാണാൻ പറ്റും. വണ്ടി പഴയ സ്റ്റീം എഞ്ചിനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നല്ല രീതിക്ക് പുഷ് ചെയ്ത് സ്പീഡ് കൂട്ടാൻ പറ്റും. നീ തുടങ്ങിയതും എല്ലാവരും തല പുറത്തിട്ട് നോക്കാൻ തുടങ്ങി. കാരണം പുറത്തുള്ള വിഷ്വലെല്ലാം കാണാൻ നല്ല രസമാണ്. പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം മരങ്ങളാണ്. പറയുമ്പോൾ ഫോറസ്റ്റ് കയറാൻ തുടങ്ങിയിട്ടില്ല. പോകുന്ന ഡയറക്ഷൻ തന്നെ ദൂരെ നമ്മൾ കയറാൻ പോകുന്ന കല്ലാർ റിസർവ് ഫോറസ്റ്റ് കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കിയേ. ഇപ്പോഴും ഫ്ലാറ്റ് സർഫസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാലാണ് മല കയറാൻ തുടങ്ങുന്നത്. പോകുന്ന വഴി ഒരു പുഴയെല്ലാം കണ്ട് ആസ്വദിച്ച് പോവാം. പിന്നെ ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പവർ കൊടുക്കുന്ന എൻജിൻ പിറകിലാണുള്ളത്. അതായത് നോർമൽ ഇലക്ട്രിക് എൻജിൻ പോലെ വലിച്ചു കൊണ്ടുപോകുന്ന എഫക്റ്റ് അല്ല, പിറകിൽ നിന്ന് പുഷ് ചെയ്യുന്ന എഫക്റ്റ് ആണ്. പക്ഷേ ഫ്രണ്ടിലും ലോക്കോ പൈലറ്റ് ഉണ്ടാവും. കാരണം ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും മൃഗങ്ങളോ വേറെ തോതിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളോ അറിയാൻ ആണത്. കൂടാതെ വണ്ടി എടുക്കാനും നിർത്താനും 2 പേരും ഹോൺ അടിച്ച് സിഗ്നൽ കൊടുത്താണ് കമ്മ്യൂണിക്കേഷൻ. വണ്ടി കല്ലാർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത്ര നേരം വണ്ടി ഒരു പ്ലെയിൻ സർഫസിലൂടെ പോയിരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി മല കയറണമെങ്കിൽ റാക്ക് ആൻഡ് പിന്നിലേക്ക് എൻജിൻ കണക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടുന്ന് ചെയ്താണ് പോവുക.
കണ്ടു, ഒരുപാട് ലിങ്ക് വെച്ചിട്ട് ടയറിന്ന് കുറേ ലിങ്ക് എടുത്ത് അത് അങ്ങോട്ട് കണക്ട് ചെയ്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് അതിൻ്റെ പിസ്റ്റൺ എല്ലാം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ടെക്നോളജി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ഇവിടുന്ന് നമുക്ക് റാക്ക് ആൻഡ് പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം ഇനി മുകളിലേക്ക് പോകണമെങ്കിൽ. അത് അതിൻ്റെ എഞ്ചിൻ ഓപ്പറേറ്റർ ഉണ്ടോ അത് ചെയ്യുന്നുണ്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇത് എത്ര കൊല്ലതാ നീലഗിരി ഫ്ലൈ ക്യാച്ചർ, അതിൻ്റെ പേര് വരെ അതിനിട്ടിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് വേണേൽ ഒന്നിറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം. 5-10 മിനിറ്റ് എല്ലാ സ്റ്റേഷനിലും നിർത്തും. ഇവിടുന്ന് ഊട്ടി വരെ ഒരുപാട് സ്റ്റോപ്പുണ്ട്. എല്ലാവർക്കും ആസ്വദിക്കാനുള്ള ടൈമുണ്ട് എന്നതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത. ഇനിയാണ് റിയൽ ഫോറസ്റ്റ് ബ്യൂട്ടി. വണ്ടി മെല്ലെ മല കയറാൻ തുടങ്ങുന്ന അറിയാൻ പറ്റും. എല്ലാവരുടെയും തല പുറത്താണ്. കാടെന്നൊക്കെ പറഞ്ഞാൽ പ്യുവർ ഡീപ്പ് ഫോറസ്റ്റിലൂടെയാണ് ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. പല പല വാട്ടർ ഫ്ലോയും താഴെ കാണാൻ പറ്റും. വലിയ മരങ്ങളും ചെറിയ പുഴയും എല്ലാം കാണാൻ തുടങ്ങും. വണ്ടി ഒരുപാട് ബ്രിഡ്ജസ് താണ്ടാൻ തുടങ്ങും. ഒരുപാട് ടണൽ കാണാൻ പറ്റും. വലിയ പാറ പൊളിച്ചതും കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം പുതിയ ഒരു അനുഭവം ആയിരിക്കും എല്ലാവർക്കും. കുറച്ചു നേരം അതിൻ്റെ റിയൽ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. പറഞ്ഞ പോലെ തന്നെ വണ്ടി കുറച്ചു നേരത്തിൽ അടുത്ത സ്റ്റേഷനിലെത്തി. ഇനി മുതലുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഉൾക്കാടായ കാരണം കുരങ്ങെല്ലാം വന്ന് ട്രെയിനിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ബാഗ് എല്ലാം ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കുന്നതാണ് നല്ലത്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ റാക്ക് ആൻഡ് പിനിയൻ മെത്തേഡ്. ട്രാക്കിൽ വിരിച്ചാണ് റാക്ക്, ട്രെയിനുള്ളതാണ് പിനിയൻ. ഇതിൻ്റെ സഹായത്താൽ മാത്രമാണ് മല കയറാനുള്ള ഫ്രിക്ഷൻ കിട്ടുള്ളൂ. ഓരോ സ്റ്റേഷനിലും നിർത്തുന്നതിനുള്ള കാരണം ഒന്ന് ടാങ്കിലേക്കുള്ള വെള്ളം നിറക്കലാണ്. ഏതാണ്ട് 8000 ലിറ്റർ വെള്ളം റിസർവ് വേണം. കുറയുന്നതാണ് ഓരോ സ്റ്റോപ്പിലും ഫിൽ ചെയ്യുന്നത്. പിന്നത്തെ മെയിൻ കാരണം, ചില സ്റ്റേഷൻ കടക്കാൻ ഒരു പ്രത്യേക തരം കീ കൈമാറണം. എന്നാൽ മാത്രമാണ് നെക്സ്റ്റ് ട്രാക്കിലേക്ക് കയറാൻ പറ്റുക. അത് പക്ഷേ അവരുടെ വർക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അത് നമുക്കും വലിയ ഐഡിയ ഇല്ല. അടുത്ത സ്റ്റേഷൻ ഹിഗ്രുവാണ്. അവിടെയൊക്കെ എത്തുമ്പോഴേക്കും മഞ്ഞ് കയറാൻ തുടങ്ങും. നമ്മുടെ മേട്ടുപ്പാളയത്ത് നല്ല ചൂടാണെങ്കിൽ മല കയറും തോറും മഞ്ഞ് കുറയാൻ തുടങ്ങും. തണുപ്പും നല്ല തോതിൽ അറിയാൻ തുടങ്ങും. ഹിൽഗ്രൂ എത്തിയതും സെയിം വെള്ളം നിറയ്ക്കലാണ്. വീണ്ടും കുറച്ചു നേരം പുറത്തൊക്കെ കറങ്ങാം. ഇനി ഇതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ഊട്ടി ടോയ് ട്രെയിൻ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വരുന്ന സൈറ്റിൽ അൺറിസർവ്ഡിന് 15 രൂപയും ഫസ്റ്റ് ക്ലാസ്സിന് 299 രൂപ എന്നൊക്കെ കണ്ടാണ് ഞാൻ പോയത്. പക്ഷേ അൺറിസർവ്ഡിന് മാത്രം 175 രൂപ വരും. അതായത് ഗൂഗിൾ സൈറ്റിനെ നമ്പി ആരും പോകരുത്. മൊത്തം 3 കമ്പാർട്ട്മെൻ്റ് ആണുള്ളത്. അൺറിസർവ്ഡ്, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്. അതിൽ അൺറിസർവ്ഡ് ആണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പക്ഷേ അതാകെ 100 സീറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം നേരിട്ട് വന്ന് ക്യൂ നിൽക്കുന്ന 100 പേർക്ക് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് കൊടുക്കും. ബാക്കി സെക്കൻഡ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും IRCTC സൈറ്റിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യണം. അതിന് 300-600 ആണ് റേറ്റ്. ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്ത് വരാത്തതുകൊണ്ട് പുലർച്ചെ 5-ന് പോയി ക്യൂ നിന്നാണ് ആദ്യം 100-ൽ അൺറിസർവ്ഡ് ടിക്കറ്റാണ് കിട്ടിയത്. കൂടാതെ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർ 2 മാസം മുന്നെങ്കിലും ബുക്ക് ചെയ്താൽ ടിക്കറ്റ് ഉണ്ടാവും. കൂടാതെ ട്രെയിൻ ടൈമിങ്ങും IRCTC വഴി കിട്ടും. ഇനി ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1854-ൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ പ്രൊജക്റ്റ് ആരംഭിച്ചത്. 1899-ൽ ആദ്യ സർവീസും തുടങ്ങി. പിന്നീട് 1908-ൽ ഊട്ടി വരെ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്തു. 2005-ൽ യുനെസ്കോ ഈ റെയിൽവേയെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചു. ഇതേ സമയം തന്നെയാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേക്കും വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പദവി ലഭിച്ചത്. ഏതാണ്ട് 16 ടണലും 250 പാലവും താണ്ടിയാണ് ഊട്ടി വരെ എത്താൻ കഴിയുക. സത്യത്തിൽ ഇപ്പോൾ ഈ സർവീസ് എല്ലാം നഷ്ടത്തിലാണ് ഓടുന്നത്. പക്ഷേ ഒരു ഹെറിറ്റേജ് എന്ന നിലയിലാണ് ഇന്നും സർവീസ് നടത്തുന്നത്. ഏതാണ്ട് 1 ലക്ഷം രൂപ വേണം ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി മേട്ടുപ്പാളയം സർവീസിന് ചിലവ്. ഇതിൽ സാലറിയും ഫർണസ് ഓയിലിൻ്റെ ചിലവും വാട്ടർ ട്രാൻസ്പോർട്ടും എല്ലാം പെടും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം. ടോയ് ട്രെയിനിൽ വാഷ്റൂം സൗകര്യം ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാം മേട്ടുപ്പാളത്തിൽ നിന്ന് നോക്കിയിട്ട് കയറിയാൽ മതി. കൂടാതെ ഫസ്റ്റ് ക്ലാസ്സിലാണ് ഏറ്റവും മുന്നിലുള്ള കമ്പാർട്ട്മെൻറ്റ്. അതിലാണ് ഏറ്റവും നല്ല വ്യൂവും ലഭിക്കുക. ബുക്ക് ചെയ്യുമ്പോൾ അതും ശ്രദ്ധിച്ചാൽ നല്ലതാണ്.
ഏതാണ്ട് 10:30 കഴിഞ്ഞപ്പോൾ വണ്ടി കുണൂരിലെത്തി. ഞാൻ ഊട്ടി പോകാനല്ല പ്ലാന് ഇന്ന് കുണൂരിൽ നിന്ന് കുറച്ച് കറങ്ങി നാളെയും കുണൂരിൽ നിന്ന് ടോയ് ട്രെയിൻ എടുക്കാനാണ്. ട്രെയിൻ ട്രാക്കിൽ കയറുമ്പോൾ നീല നിറത്തിൽ കമ്പാർട്ട്മെൻറ്റുകളും പച്ച നിറത്തിൽ എൻജിനും കാണാം. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതിലാണ് കുണൂരിൽ നിന്ന് പോവുക ഊട്ടിയിലോട്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. പുറത്തിറങ്ങി 2-3 സ്ഥലത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഹിച്ച് ഹൈക്കിംഗ് ആയതുകൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ച് തന്നെ അറിയണം. പക്ഷേ ഇപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കരുതി. ചോദിച്ചറിഞ്ഞ് വന്ന് പോവാൻ ഇപ്പോൾ പ്ലാനുള്ളത് ലാംസ് റോക്ക് വ്യൂ പോയിന്റിലേക്കാണ്. അതല്ലാതെ ഉള്ള വേറൊരു ഓപ്ഷനാണ് സിംസ് പാർക്കും ഡോൾഫിനോസ് വ്യൂ പോയിന്റും. പക്ഷെ രണ്ടിനും വേണ്ടത്ര ബസ് സൗകര്യവും ഇല്ല, ദൂരം കൂടുതല. സ്വന്തമായി വണ്ടിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ രണ്ടും വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ഉച്ചയാവാറായി, എന്നാൽ പോലും ഒട്ടും വെയിലില്ല, മൊത്തം കോട ഇറങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൂടെ പോയാലാണ് ലാംറോക്ക് വ്യൂ പോയിന്റിലേക്കുള്ള വഴി. അടുത്തൊന്നും ബസ്സില്ലാത്തതുകൊണ്ട് നടന്ന് വരെ ലിഫ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ദൂരം നടന്ന് വേറൊരു പ്ലേസ് വരെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുണൂരിന്ന് ഡോൾഫിൻ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണിത് കേട്ടോ. നല്ല വ്യൂ ഉണ്ടോ, തേയിലത്തോട്ടം, അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രിവില്യ മരങ്ങളും നല്ല മഞ്ഞെല്ലാം ഉണ്ട്. ഇവിടേക്ക് ബസ് വളരെ കുറവാണ്. വളരെ കുറവ് വെച്ചാൽ ഇടയ്ക്കും തലയ്ക്കും ഓരോന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മെല്ലെ കുറച്ച് ലിഫ്റ്റൊക്കെ അടിച്ച് പോന്നു. ഒരു പോയിന്റ് വരെ വന്നു. ഇനി ഇവിടുന്ന് വരെ ലിഫ്റ്റ് കിട്ടുമോ നോക്കണം. എല്ലാവരും ടാക്സി കാറൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് വണ്ടികളിൽ വരണം. ബസ് വളരെ കുറവാണ്. അത് വലിയൊരു അടിയായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇത്ര നേരം ഫോഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഉണ്ടോ, മൊത്തം വന്ന് മൂടി, അത്രയും ഫോഗായി. ചെറിയൊരു പോയിന്റ്, ഈ ഒരു പോയിന്റ് വന്ന് ഭയങ്കരമായിട്ട് ഫോഗ് അടിക്കുന്നുണ്ട്. ഒന്നും കാണാനില്ല. അവിടെ കുറേ പേര് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരെ പോലും കണ്ടോ, അത്രയും നന്നായി ഫോഗ് അടിക്കുന്നുണ്ട്. ഈ വ്യൂ കൊള്ളാം. നല്ല തേയിലത്തോട്ടും അതിൻ്റെ ഉള്ളിൽ നല്ല ഇപ്പം കണ്ട ജോണറേ മൊത്തത്തിൽ മാറി. ഇതൊരു പ്യുവർ കാടിൻ്റെ ഒരു ഫീലാണ് തരുന്നത് കേട്ടോ. ക്യാമറയിൽ നല്ല വെളിച്ചുണ്ട്, പക്ഷെ അത്യാവശ്യം ഇരുട്ടാണിത്. പക്ഷെ ഒരു നല്ല പുതിയ എക്സ്പീരിയൻസ് കേട്ടോ. കറക്റ്റ് നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നൊരു ഫീലാണ്. മഴ പെയ്തുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമുണ്ട് കണ്ടോ. പ്യുവർ കാട്. അടിപൊളി സ്ഥലം, ഒന്നും പറയില്ല. എന്തോ ഒരു കോടയെന്നോ, ഒരു കാട് ഏരിയയിൽ ഫുള്ള് കോട നിറഞ്ഞേക്കാം. ഇതുവരെ ഞാൻ അനുഭവിക്കാത്തൊരു എക്സ്പീരിയൻസ്. എൻ്റെ അമ്മ അങ്ങോട്ട് കണ്ടു, ആ വഴി കണ്ടു. വേറെ എവിടെയോ നടക്കുന്നൊരു ഫീലാണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു സ്ഥലമുണ്ടോ? അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. ഇത് വരുന്ന ആ വണ്ടി വരുന്നൊക്കെ ഉണ്ട്, എന്ത് രസമാണ് കാണാൻ. കേരളത്തിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ കേശവമ്പാറ പോകുമ്പോൾ ഇതുപോലൊരു ഏരിയ കൂടെ നടന്നു പോകുന്നത്. പക്ഷെ അത് വേറെ രീതിക്കാണ്. അത് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഫീലാണ്. പക്ഷെ ഇത് വേറൊരു ഫീലാണ്. ബസ് ഇപ്പം ഇല്ലാന്ന് சொன்னாரு. ടൈം എടുക്കും சொன்னாரு. അതാണ് പോക്കുന്നുണ്ട്. സമയം ഏതാണ്ട് 1 മണിയായി. ലാംറോക്ക് വ്യൂ പോയിന്റിലേക്ക് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് 30 രൂപയാണ്. കുറേ ദൂരം ഉള്ളിലേക്ക് പോകാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ നടന്ന് കാണാനുണ്ട്, കുറച്ച് വ്യൂ പോയിന്റുകളും ഉണ്ട്. ബട്ട് ഇതെല്ലാം ഒറ്റയ്ക്ക് പോയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലാവില്ല. ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ ഒരു ഗൈഡ് കൂടെ വരും. ഞാൻ ലൈഫിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ഷോട്ട് തന്നെയാവും നിങ്ങൾ ഈ കാണുന്നത്. ഈ നട്ടുച്ചയ്ക്കും ഇങ്ങനെ മഞ്ഞ് കാണണമെങ്കിൽ ഇത് എത്ര ഭംഗിയാണെന്ന് നോക്കിയാലോ അല്ലേ. இந்த ராக்கு இது பார்த்தீங்கன்னா சவுத் இந்தியா தேர்ட் ஹையஸ்ட் பீக் ஹைட் சூசைட் பாயிண்ட்.
ஃபர்ஸ்ட் ஊட்டி தொட்டப்பட்டா பீக் இருக்கு இல்லையா? ஆமாம். ஃபர்ஸ்ட் ஊட்டி தொட்டப்பட்டா, செகண்ட் கொடைக்கானல், தேர்ட் இது. இது பார்த்தீங்கன்னா 5500 ஃபீட் ஹைட்டு. ஓகே. கீழே பார்த்தீங்கன்னா ஆதிவாசியோட வீடு, ட்ரைபல் ஹவுஸ் எல்லாம் இதுக்கு கீழே. ஃபர்ஸ்ட் அது வரைக்கும் அலோட் இருந்துச்சு. லாஸ்ட் டைம் சென்னையில் மழை வந்துச்சு இல்லைங்களா? ஆமாம். அந்த டைமில் இங்கே ஃபுல்லாக மிஸ்ட் கவர் ஆகிடுச்சு. ஒரு கப்பல்ஸ் வந்து செல்ஃபி எடுக்க போய் தவறி கீழே வந்துட்டாங்க. அதனால அது ஃபாரஸ்ட்டில் க்ளோஸ் பண்ணி வச்சுருக்காங்க. இந்த ஃப்ரெண்ட்ஸ் படம் பார்த்துருக்கீங்களா? தமிழ் ஃப்ரெண்ட்ஸ். விஜய் சூர்யா சண்டை போட்டு விஜய் கீழே விழுவார்ல, அந்த ഒരു சொல்லுது. ഓക്കെ ഓക്കെ ഓക്കെ. മലയാളത്തിന്റെ റീമേക്ക് അത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. മലയാളത്തില് മമ്മൂട്ടിയല്ലേ, ജയറാം. ഇത് കീഴെ വീഴുന്നത്. ഈ ഗൈഡ് നമ്മളെ കുറേ ദൂരം നടത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ ഒരു സ്പോട്ട് ഒരുപാട് മൂവി ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളതാണ്. പക്ഷേ കൂടുതലും പണ്ടത്തെ തമിഴ് പടങ്ങളാണ്. அந்த ஆஃபீஸர் தான் இந்த வியூவை கண்டுபிடிச்சார். அவர் பேர் வந்து பார்த்தீங்கன்னா மென்சல் லேம்ப். அது வந்து ஷார்ட் பண்ணி லேம்ப் ப்ரோக்குன்னு வச்சுருக்காங்க. இங்கேருந்து ஆப்போசிட்டில் பார்த்தா இந்த சிட்டிஸ் தெரியும் பாருங்க. இது வந்து பார்த்தீங்கன்னா மேட்டுப்பாளையம் கோயம்புத்தூர் சிட்டி தெரியுதா? மேட்டுப்பாளையம் கோயம்புத்தூர் சிட்டி. இது வந்து இதுக்கு கீழே இது பார்த்தீங்கன்னா நேச்சுரலாக ஆதிவாசியோட வீடு. இதுக்கு கீழே பார்த்தீங்கன்னா ஃபுல்லாக பைசஸ் கார்டன் தான். அந்த பட்டை, கிராம்பு, ஏலக்கெல்லாம் இருக்கு இல்லையா, அது இங்கேருந்து தான் வெளியே സപ്ലൈ பண்ணுறாங்க. ശരി ശരി. ഇപ്പം ചേട്ടൻ പറഞ്ഞ സംഭവം എല്ലാം ഈ ഒരു ലാംബ് റോക്ക് നേരെ അപ്പുറത്താണ്. പക്ഷേ നമുക്കൊന്നും കാണാനില്ല. പിന്നെ വേറെ സാധനം പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രാസ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നമ്മൾ ഈ ഗ്രാസ് കണ്ടിട്ടുണ്ട്. ഇതിന് ലെമൺ ഗ്രാസ് എന്താ പറയാത്തേ? മണത്ത് കഴിഞ്ഞൊരു ലെമണിൻ്റെ മണമുണ്ട്. ഒരുപാട് പാറയൊക്കെയുള്ള ഈ സ്പോട്ട് മഞ്ഞില്ലാത്ത ടൈം വന്നാലാണ് ഉചിതമെന്ന് തോന്നി. കാരണം മഞ്ഞ് പോയാൽ ഇത് ഊട്ടി മലനിരയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ മലയാണ്. അതുകൊണ്ട് തന്നെ താഴെ സത്യമംഗലം ഫോറസ്റ്റ് ഡിവിഷനും ഡോൾഫിനോസ് വ്യൂ പോയിൻറ്റും ഇവിടുന്ന് കാണാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള നടത്തം നല്ല ഭംഗിയുള്ളതാണ്. തമിഴ്നാട് ഗവൺമെൻറ് അയക്കാൻ നടക്കാനുള്ള വഴിയെല്ലാം വൃത്തിക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. ഇന്നത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ച് കുണൂർ ടൗൺ പോയി ഒരു റൂം എടുത്ത് നൈറ്റെല്ലാം കറങ്ങി നാളെയാണ് ഊട്ടി കറങ്ങാൻ പോകുന്നത്. അതും ടോയ് ട്രെയിൻ എടുക്കാനാണ് പ്ലാന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം.